മുളിയോത്തോട്ടിലെ ഷെറിന്റെ രക്തസാക്ഷിത്വം ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് ഗുണ്ടകൾ കഴുത്തെടുത്തുവന്ന തെലങ്കാനയിലെ മുതിർന്ന CPIM നേതാവ് സമനേനി രാമറാവുവിന്റെ കൊലപാതകത്തിൽ കടുത്ത പ്രതിഷേധവും അനുശോചനം രേഖപ്പെടുത്തുന്നു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയായി അംഗീകരിച്ച ഡിവൈഎഫ്ഐ. പാനൂർ മുളിയാന്തോടിലെ ഷെറിലിനെയാണ് സമ്മേളനത്തിനിടെ രക്തസാക്ഷിയായി അനുശോചിച്ചത്. 2024 ഏപ്രിൽ 5-നായിരുന്നു സ്ഫോടനത്തിൽ ഷെറിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സംഘടനയ്ക്ക് ബന്ധമില്ലെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ അന്നത്തെ നിലപാട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ പോരാടി ജീവൻ നഷ്ടമായവരെയാണ് രക്തസാക്ഷിയായി അംഗീകരിക്കുന്നത്. പക്ഷേ അതേസമയം ഇവിടെ ഡിവൈഎഫ്ഐ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെയാണ് രക്തസാക്ഷിയായി അംഗീകരിച്ച് ആദരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? അതോടൊപ്പം തന്നെ അന്ന് ഈ കൊല്ലപ്പെട്ട സമയത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം വന്നത് ഈ വ്യക്തിക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള തരത്തിലായിരുന്നു. അത് അപ്പാടെ മാറുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ നിലപാട്. കഴിഞ്ഞ ദിവസം കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിലാണ് ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിലിനെ രക്തസാക്ഷിയായി അനുശോചിച്ചത്. അനുശോചന പ്രമേയത്തിലാണ് രക്തസാക്ഷിയായി ഷെറിലിന്റെ പേരും ഉൾപ്പെടുത്തിയത്. അത് അനുശോചന പ്രമേയത്തിൽ അവിടെ വായിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 5-നാണ് ബോംബ് നിർമ്മാണത്തിനിടെ മൂളിയാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് ഈ ഷെറിൻ കൊല്ലപ്പെടുന്നത്. മറ്റ് പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് ഡിവൈഎഫ്ഐയും CPM സ്വീകരിച്ച നിലപാട് ഈ സംഭവവുമായി ഡിവൈഎഫ്ഐക്കോ പാർട്ടിക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നതായിരുന്നു. എന്നാൽ ഷെറിലിന്റെ സംസ്കാര ചടങ്ങിൽ ചില നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്നെടുത്ത നിലപാട് ഈ സംഭവവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. എന്നാൽ അവിടെ ഈ ചില ഡിവൈഎഫ്ഐയുടെ നേതാക്കളടക്കം ആ കേസിൽ പ്രതികളായി. ആ പ്രതികളാകാൻ കാരണം അവിടെ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത് അറിഞ്ഞ് അവിടെ ഓടിയെത്തിയ ഡിവൈഎഫ്ഐക്കാരെ കള്ളക്കേസിൽ കുടുക്കി എന്നാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി നിലപാടെടുത്തത്. അതേസമയം ഈ സംഭവവുമായി ഒരു തരത്തിലും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അന്ന് MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിൽ ഈ ബോംബ് നിർമ്മാണത്തിന്റെ കൊല്ലപ്പെട്ട ഷെറിലിനെ രക്തസാക്ഷിയായി സംഘടന തന്നെ അംഗീകരിക്കുന്നത്. നേരത്തെ 2015 സമാനമായി പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് CPM ആദ്യം നിലപാടെടുത്തത് അവർക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നതായിരുന്നു. എന്നാൽ പിന്നീട് അവർക്ക് വേണ്ടി സ്തൂപം നിർമ്മിക്കുകയും ആ സ്തൂപം അന്നത്തെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും CPM ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തങ്ങൾക്ക് ബോംബ് നിർമ്മിക്കുകയും അത് പൊട്ടിത്തെറിച്ച് ആളുകൾ മരിക്കുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് ബന്ധമില്ല എന്ന നിലപാടെടുക്കുന്ന CPMഉം ഡിവൈഎഫ്ഐയും പിന്നീട് അവരെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഷെറിലിന്റെ മരണവും. ഷെറിലിനെ ഇപ്പോൾ രക്തസാക്ഷിയായി ഡിവൈഎഫ്ഐ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ബോംബ് നിർമ്മാണത്തിനിടെ ഷെറിൽ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു CPMന്റെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രതികരണം. എന്നാൽ അതിൽ നിന്ന് അപ്പാടെ മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെറിലിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. മുളിയോത്തോട്ടിലെ ഷെറിന്റെ രക്തസാക്ഷിത്വം ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് ഗുണ്ടകൾ കഴുത്തെടുത്തുവന്ന തെലങ്കാനയിലെ മുതിർന്ന CPIM നേതാവ് സമനേനി രാമറാവുവിന്റെ കൊലപാതകത്തിൽ കടുത്ത പ്രതിഷേധവും അനുശോചനം രേഖപ്പെടുത്തുന്നു.